അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു ഏറെ ആദരിച്ച സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് കർമ്മം നടക്കേണ്ട ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ ദിനരാത്രങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അള്ളാഹു ഏറെ ശ്രേഷ്ഠമാക്കിയ ഈ സന്ദർഭങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്കേവർക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്. ദുൽഹജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഏറെ ശ്രേഷ്ഠതയുള്ളതാണെന്നും അത് അവസാനിക്കുന്ന സന്ദർഭങ്ങൾ അഥവാ ദുൽഹജ്ജ 9, ദുൽഹജ്ജ 10 ദിവസങ്ങൾ, ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ തന്നെ ഏറെ കൂടുതൽ ശ്രേഷ്ഠതയർഹിക്കുന്ന സന്ദർഭങ്ങളാണ് എന്ന് നമുക്കറിയാം. ദുൽഹജ്ജ 10 അഥവാ ഈദുൽ അദ്ഹയുടെ ദിവസം. ഈദുൽ അദ്ഹ എന്ന പേര് ഇസ്ലാമിൻ്റെ 2 ആഘോഷങ്ങളിൽ ഒന്നിന് എന്തുകൊണ്ടാണ് നിശ്ചയിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിതനായി ജീവിച്ച ത്യാഗോജ്വലമായ ആ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു സന്ദർഭം എന്ന നിലക്കാണ് യൗമുൽ ഈദ്, പെരുന്നാളിൻ്റെ ദിവസം, ഈദുൽ അദ്ഹ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അൽ അദ്ഹ എന്ന് പറയുന്ന വാക്ക് തളഹിയത്ത് അഥവാ ത്യാഗം, സമർപ്പണം, സന്നദ്ധത എന്നൊക്കെ അർത്ഥം പറയാൻ സാധിക്കുന്ന ഈ ഒരു പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന കർമ്മങ്ങളാൽ സമ്പന്നമാണ് ഈദുൽ അദ്ഹയുടെ ദിവസം എന്ന് നമുക്കറിയാം. അൽ അദ്ഹ എന്ന് പറയുന്ന ആ പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബലികർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ഈദുൽ അദ്ഹയുടെ ദിവസത്തെ നാം സമ്പന്നമാക്കാറുള്ളത് എന്ന് നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ കർമ്മങ്ങളിൽ ഒന്നാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ സ്മരണകൾ ഓർമ്മിക്കുന്ന ഒരു കർമ്മം എന്നതാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ പ്രത്യേകത. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായി ലഭ്യമായ ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. ബലിയർപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ഒരു പിതാവും ആ പിതാവിൻ്റെ കുഞ്ഞുമോനും കാണിക്കുന്ന അള്ളാഹുവിനോടുള്ള സമർപ്പണത്തിൻ്റെ അത്ഭുതകരമായ അധ്യായങ്ങളാണ് ആ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് സൂറത്തു സ്വാഫാത്തിൽ ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നിടത്ത് പറയുന്നത് ഇന്ന ഹാദ ലഹുവൽ ബലാ ഉൽ മുബീൻ വഫദൈനാഹു ബിദ്ബിഹിൻ അളീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ഇത് ഒരു മഹത്തായ പരീക്ഷണമായിരുന്നു. സ്വന്തം മകൻ്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ വേണ്ടി ഒരു പിതാവിനോട് കൽപ്പിക്കുന്നതിനേക്കാൾ പരീക്ഷണോന്മുഖമായ ഒരു സന്ദർഭം മനുഷ്യൻ്റെ ജീവിതത്തിൽ വേറെ അഭിമുഖീകരിക്കേണ്ടതായി വരികയില്ല. അതുകൊണ്ടാണ് ഇന്ന ഹാദാ ലഹുവൽ ബലാ ഉൽ മുബീൻ, വളരെ വ്യക്തമായ, വളരെ സുവ്യക്തതയുള്ള ഒരു പരീക്ഷണത്തിനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മകനെയും അള്ളാഹു വിധേയമാക്കിയത്. ആ പരീക്ഷണത്തിൽ വിജയിച്ചതിൻ്റെ ഭാഗമായി വഫദൈനാഹു ബിദ്ബിഹിൻ അളീം, ഒരു പ്രധാനപ്പെട്ട ഒരു മഹത്തായ ബലിദാനം നിർവഹിച്ചുകൊണ്ടാണ് തൻ്റെ മകനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു തിരിച്ചു നൽകുന്നത്. ആ ബലിദാനത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പ്രിയപ്പെട്ട മകന് പകരമായി അർപ്പിച്ച ആ ഒരു ബലിദാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം പെരുന്നാളിൻ്റെ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഉദ്ഹിയ്യത്ത് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ബലിദാനം എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള ഈ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഓർമ്മകൾ
നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ നിലപാടുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. മുസ്ലിമാകാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. മുസ്ലിം ആവുക എന്ന് പറയുന്നത് പാരമ്പര്യമായി ലഭ്യമാകുന്ന ഒരു ഐഡൻറ്റിറ്റിയുടെ പേരല്ല. മറിച്ച് മുസ്ലിം ആവുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് സമ്പൂർണ്ണ വിധേയനായിക്കൊണ്ട് ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ പേരാണ്. അതിൻ്റെ മുമ്പിൽ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ, ത്യാഗങ്ങൾ, പ്രതിസന്ധികൾ എത്ര കടുപ്പമേറിയതാണെങ്കിലും അതിൻ്റെ മുമ്പിൽ പതറിപ്പോകാതെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവേ, നിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം, മുസ്ലിം എന്ന് പറയുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു നൽകുന്ന പാഠം. ആ പാഠത്തെ അന്വർത്ഥമാക്കുന്ന ഒരു കർമ്മമാണ്, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകം എന്ന നിലക്കാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തിൽ നിർവഹിക്കപ്പെടണം എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇങ്ങനെയാണ്: മൻ വജദ ലഹു സഅതൻ, ഒരാൾക്ക് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിട്ടും ഫലം യുളഹി, ഒരാളത് നിർവഹിക്കുന്നില്ലെങ്കിൽ അയാൾ തൻ്റെ മുസല്ലയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഈദ്ഗാഹിലേക്ക്, ഈദ് നമസ്കാരത്തിന് അയാൾ എത്തേണ്ടതില്ല എന്ന് പറയുന്നിടത്തോളം ഗൗരവപ്പെട്ട ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഒരു ബലിമൃഗത്തെ ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ സാമ്പത്തികമായ, ഒരു മനുഷ്യൻ്റെ വൈയക്തികമായ, ഒരു മനുഷ്യൻ്റെ വൈകാരികമായ എല്ലാ താല്പര്യങ്ങളെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മം എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർമ്മം തൻ്റെ ജീവിതത്തിൽ ഉടനീളം നിർവഹിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് സ്വഹാബികളും ആ കർമ്മം അവരുടെ ജീവിതത്തിൽ ഉടനീളം നിർവഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ കർമ്മം നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഒരാൾക്ക് ഒരു ബലിമൃഗത്തെ അറുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ നിങ്ങൾ 7 പേർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബലിമൃഗത്തെ ഉളുഹിയ്യത്ത് നൽകാവുന്നതാണ്. ഇത്രത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സാധ്യതകൾ തുറന്നു വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഗൗരവമർഹിക്കുന്ന ഒരു കർമ്മമാണ് അത് എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നാം അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഉളുഹിയ്യത്തിൽ ഒരു ഷെയർ, പങ്കാളിത്തം ചേരുക എന്നതല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മൃഗത്തെ ബലിയർപ്പിക്കുക. ആ ബലിമൃഗത്തെ നിങ്ങൾ സ്വന്തമായി വളർത്തി വലുതാക്കി നിങ്ങളുടെ മക്കളെപ്പോലെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ആ മൃഗത്തെ നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സമർപ്പണ ബോധമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ബലികർമ്മത്തിലൂടെ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അതെല്ലാം പോയി കേവലം മാർക്കറ്റിൽ നിന്ന് ഒരു ബലിമൃഗത്തെ വാങ്ങിച്ച് 7 ആളുകൾ കൂടി അറുത്ത് മാംസം വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമായി അത് ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബലിമൃഗം എന്ന് പറയുമ്പോൾ ആടിനെ വേണമെങ്കിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് അറുക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ്യത്തായി കൊണ്ട് 2 ആടുകളെയാണ് അംലഹൈനി അഖറനൈനി എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള, നല്ല കൊമ്പുള്ള, നല്ല തടിച്ചു കൊഴുത്ത 2 ആടുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലി നൽകിയിരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെയാണ് സ്വഹാബികളും അത് നിർവഹിച്ചത്. അങ്ങനെ ഒരു ബലിമൃഗത്തെ ഒരാൾക്ക് സ്വന്തമായി നൽകാൻ സാധിക്കാത്ത ഒരു ഘട്ടം വരുമ്പോൾ മാത്രം നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യതയാണ് പങ്കാളിത്തം വഹിക്കുക എന്ന് പറയുന്നത്. പങ്കാളിത്തമല്ല യഥാർത്ഥത്തിൽ ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് സ്വന്തമായി ഒരു മൃഗത്തെ അതിനോടുള്ള എല്ലാ ഇഷ്ടവും ഉണ്ടായിരിക്കെ തന്നെ ബലിയർപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി ഇതിൽ പങ്കാളിത്തം വഹിക്കാനുള്ള അവസരം എന്ന നിലക്കാണ് ഷെയറിനെ കുറിച്ച് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ,
ഈ ഉളഹിയ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കർമ്മം നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനുള്ള ഒരു വഴിയായിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ട കർമ്മമാണ് എന്ന ബോധ്യത്തോടുകൂടി നാം അതിനെ സമീപിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആ കർമ്മം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.